ഇന്നത്തെ സെഷനിൽ +2 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ്, ആ ചാപ്റ്ററിൽ പോയിൻറ്റേഴ്സ് എന്ന് പറയുന്ന പോർഷനാണ് എടുക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സ്ട്രക്ചർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിനെ പറ്റി നോക്കി, എങ്ങനെ ഒരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുക, സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, സ്ട്രക്ചറിൻ്റെ പ്രോഗ്രാം എങ്ങനെ എഴുതുക, ഇതെല്ലാം നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഇനി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി പോയിൻറ്റേഴ്സ്, അത് C++ലെ അടുത്തൊരു കോൺസെപ്റ്റാണ് പോയിൻറ്റേഴ്സ്. പോയിൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് പഠിച്ചായിരുന്നു, അത് അറേ ആണ്. അപ്പം അറേ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ് പോയിൻറ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഓർക്കേണ്ട ഒരു പോയിൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ്. ഇനി അടുത്തത്, നമ്മളൊരു വേരിയബിൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള വേരിയബിൾസ്, അതായത് ഇൻറ്റിജർ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഇൻറ്റ് ഡേറ്റ ടൈപ്പുള്ളൊരു വേരിയബിൾ, എന്താണ് ഫ്ലോട്ട്, പോയിൻ്റുള്ള നമ്പറുകൾ സ്റ്റോർ ചെയ്യാൻ ഫ്ലോട്ടോ ഡബിളോ അല്ലെങ്കിൽ സിംഗിൾ ക്യാരക്ടേഴ്സാണ് ക്യാർ ഡേറ്റ ടൈപ്പുകൾ. അപ്പോൾ നമുക്ക് എന്താണ് വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് ആ വേരിയബിളിലോട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേരിയബിൾസ് പഠിച്ചപ്പോൾ വേരിയബിളിന് എൽ വാല്യൂ ഉണ്ട്, ആർ വാല്യൂ ഉണ്ട്. എൽ വാല്യൂ എന്ന് വെച്ചാൽ വേരിയബിളിൻ്റെ അഡ്രസ്സും, ആർ വാല്യൂ എന്ന് വെച്ചാൽ ആ വേരിയബിളിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്ന കണ്ടൻറ്റുമാണ്. അപ്പോൾ സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ആ വേരിയബിളിൻ്റെ പേര് ഈസ് ഈക്വൽ ടു അതിലേക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ആ വേരിയബിളിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ ആർ വാല്യൂ ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഔട്ട്പുട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ആർ വാല്യൂ, അതായത് ആ വേരിയബിളിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടൻറ്റിനെ പറ്റി മാത്രമേ നമുക്ക് ഒരു അവയർനെസ് കിട്ടിയിരുന്നുള്ളൂ. കാരണം നമ്മൾ ആ വേരിയബിൾ പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ വേരിയബിളിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടൻറ്റാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരിക. പക്ഷേ ശരിക്കും വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറിക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് വേരിയബിൾ. മെമ്മറിക്ക്, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിക്ക് ഓരോ അഡ്രസ്സുകളുണ്ട്. ആ അഡ്രസ്സ് നമുക്ക് ഓർത്തിരിക്കാൻ പാടാം. അപ്പോൾ ആ അഡ്രസ്സുകൾക്ക് നമ്മൾ കൊടുക്കുന്ന, നമുക്ക് ആവശ്യമായിട്ടുള്ള എത്ര സ്പേസ് വേണം, ആ സ്പേസിന് ആസ്പദമായിട്ടുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. ആ വേരിയബിൾ എന്ന് പറയുന്നത്, ആ വേരിയബിളിന് എന്താണ് ഒന്നോ ഒന്നിലധികമോ അഡ്രസ്സുകൾ ചേരുന്നതായിരിക്കും ആ വേരിയബിൾ. അതിൽ ഫസ്റ്റ് അഡ്രസ്സ് ഏതാണോ, അതായത് ബേസ് അഡ്രസ്സ്, സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഏതാണോ അതാണ് അതിൻ്റെ എൽ വാല്യൂ എന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ വേരിയബിളിനെ പറ്റി പഠിച്ചപ്പോൾ ഓർത്ത്. അപ്പോൾ ഒന്നുകൂടി മിസ് പറയാം. സാധാരണഗതിക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ആ വേരിയബിളിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ വേരിയബിൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആർ വാല്യൂ ആണ്. പക്ഷേ ഈ വേരിയബിളിന് ഒരു എൽ വാല്യൂ ഉണ്ട്, അതായത് മെമ്മറി വേരിയബിൾ എന്ന് പറയുന്നത് ആ വേരിയബിൾ ഏത് അഡ്രസ്സാണ് റെഫർ ചെയ്യുന്നത്, ആ വേരിയബിൾ മെമ്മറിയിൽ ഏത് അഡ്രസ്സുകളെയാണ് ഹോൾഡ് ചെയ്യണേ എന്നുള്ളതാണ് അതിൻ്റെ എൽ വാല്യൂ എന്ന് പറയും, അതായത് അഡ്രസ്സ്. അപ്പം സപ്പോസ് വി വാണ്ട് ടു സ്റ്റോർ ദി എൽ വാല്യൂ ഓഫ് എ വേരിയബിൾ അനദർ മെമ്മറി ലൊക്കേഷൻ. അതായത് നമുക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിന് എന്തുണ്ട്? ഒരു എൽ വാല്യൂ ഉണ്ട്. അതായത് ആ വേരിയബിളിനൊരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യണം? വേറൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. അതായത് എ വേരിയബിൾ ഈസ് നീഡഡ് ഫോർ ദിസ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് പോയിൻ്റർ വേരിയബിൾ. ചുരുക്കി പറഞ്ഞാൽ, ഒരു വേരിയബിൾ എ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത്, എ ഈസ് ഈക്വൽ ടു 5 എന്ന് സ്റ്റോർ ചെയ്ത്, അപ്പം എയുടെ ഉള്ളിലിരിക്കുന്നത് 5 എന്ന് പറഞ്ഞ ആൻസറാണ്. പക്ഷേ എക്ക് എന്തുണ്ട്? ഒരു അഡ്രസ്സ് ഉണ്ട്, അതായത് എൽ വാല്യൂ ഉണ്ട്. അപ്പോൾ ആ എയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് ഒരു C++ൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധാരണ ഒരു വേരിയബിൾ അല്ല നമ്മൾ യൂസ് ചെയ്യുക. അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പോയിൻ്റർ വേരിയബിൾ. അതായത് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു വേരിയബിൾ ഉപയോഗിക്കും. ആ വേരിയബിൾ ഒരു സാധാരണ വേരിയബിൾ ആവാൻ പറ്റില്ല, അതൊരു പോയിൻ്റർ വേരിയബിൾ ആയിരിക്കണം. അപ്പോൾ പോയിൻ്റർ വേരിയബിളിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്താ ഉണ്ടാവുക? പോയിൻ്റർ as a variable that can hold the address of a memory location. ഒരു അഡ്രസ്സ്, ഒരു മെമ്മറി ലൊക്കേഷൻ്റെ ഒരു അഡ്രസ്സായിരിക്കും ഈ പറയുന്ന പോയിൻ്റർ വേരിയബിളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ പോയിൻ്റർ വേരിയബിളിൻ്റെ ഉള്ളിൽ ഒരിക്കലും വേറൊരു നമ്പർ ആയിരിക്കില്ല ഉണ്ടാവുക. പോയിൻ്റർ വേരിയബിൾ എപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് എന്താണ്? ഒരു അഡ്രസ്സായിരിക്കും. അത്ര ഓർത്തിരുന്നാൽ മതി. സാധാരണ ഒരു വേരിയബിളിൽ ഒരു കണ്ടൻ്റ് ആയിരിക്കും, പോയിൻ്റർ വേരിയബിളിൽ എപ്പോഴും ഉണ്ടാവുന്നത് ഒരു അഡ്രസ്സായിരിക്കും.
ഏതിൻ്റെ അഡ്രസ്സ്? വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ്. അത്ര ഓർത്തിരിക്കുക. പോയിന്റർ ഈസ് എ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ആൻഡ് ഹെൻസ് എ വേരിയബിൾ ഓഫ് പോയിന്റർ ടൈപ്പ് ഈസ് ടു ബി ഡിക്ലെയർഡ് പ്രയർ ടു ഇറ്റ്സ് യൂസ് ഇൻ ദി പ്രോഗ്രാം. ദ ഫോളോയിങ് സിൻടാക്സ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ പോയിന്റർ വേരിയബിൾ. അപ്പം നമ്മൾ സാധാരണ ഒരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക? ഡേറ്റ ടൈപ്പ്, വേരിയബിളിൻ്റെ പേര്, സെമിക്കോളൻ. അങ്ങനെയാണ് സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. നമ്മൾ ആദ്യം ഇപ്പോൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ ഇൻറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്, എ എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ പേര്, സെമിക്കോളൻ. അപ്പോൾ നിങ്ങൾക്ക് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റർ വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യേണ്ടതെങ്കിൽ ആ പോയിന്റർ വേരിയബിളാണ്, നോർമൽ വേരിയബിൾ അല്ല, പോയിന്റർ വേരിയബിളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഡേറ്റ ടൈപ്പ് വേരിയബിൾ എന്ന് പറയുന്നതിന് മുമ്പ് ഡേറ്റ ടൈപ്പ് പറഞ്ഞു കൊടുത്തിട്ട് ഈ സ്റ്റാർ സിമ്പിൾ, അതായത് ആസ്ട്രിക് സിമ്പിൾ എന്ന് പറയാം. ആസ്ട്രിക് സിമ്പിൾ മൾട്ടിപ്ലിക്കേഷനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ അത്. അപ്പം എന്താണ്, ഡേറ്റ ടൈപ്പ് കഴിഞ്ഞ് ആ ആസ്ട്രിക് സിമ്പിൾ ഇട്ടിട്ട് വേണം നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ആസ്ട്രിക് സിമ്പിൾ കണ്ടാൽ ഇത്ര ഓർത്തിരുന്നാൽ മതി, ആ വേരിയബിൾ ഒരു സാധാരണ വേരിയബിൾ അല്ല, അതൊരു പോയിന്റർ വേരിയബിളാണ്. നോട്ട് ദാറ്റ് an asterisk is used in between the data type and the variable. ഡേറ്റ ടൈപ്പിൻ്റെയും നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ പോണ വേരിയബിളിൻ്റെയും ഇടയ്ക്കായിരിക്കണം ആസ്ട്രിക് സിമ്പിൾ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാവുക. ഒന്ന്, പോയിന്റർ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ്. പോയിന്ററിൻ്റെ ഉള്ളിൽ പോയിന്റർ വഴി നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു അഡ്രസ് ലൊക്കേഷനാണ്. പോയിന്റർ വേരിയബിൾ ആണ് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡേറ്റ ടൈപ്പ്, ആസ്ട്രിക് സിമ്പിൾ, വേരിയബിളിൻ്റെ പേര്, ഇങ്ങനെ ആയിരിക്കണം പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് എന്താണ് പോയിന്റർ വേരിയബിൾ. അതിന് മുമ്പ് നമ്മളിവിടെ ഉണ്ട് ഡേറ്റ ടൈപ്പ് സ്റ്റാർ വേരിയബിൾ, ഇങ്ങനെയാണ് നമ്മൾ പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയ പിള്ളേരെ, ഇൻറ്റ് സ്റ്റാർ PTR1 സെമിക്കോളൻ, ഫ്ലോട്ട് സ്റ്റാർ PTR2 സെമിക്കോളൻ. ഇതൊരു PTR1 PTR2 എന്ന് പറയുന്നത് രണ്ടും സാധാരണ വേരിയബിൾ അല്ല, അത് പോയിന്റർ വേരിയബിളാണ്. എങ്ങനെ അത് പോയിന്റർ വേരിയബിളാണെന്ന് മനസ്സിലായേ? PTRന് മുമ്പ് സ്റ്റാർ ഉണ്ട്, PTR2ക്ക് മുമ്പ് സ്റ്റാർ ഉണ്ട്. അപ്പോൾ PTR1ലും PTR2ൻ്റെ ഉള്ളിലും സ്റ്റോർ ചെയ്യപ്പെടുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു അഡ്രസ്സ് ആയിരിക്കും. വേറെ ഏതോ വേരിയബിളിൻ്റെ ഒരു അഡ്രസ്സ് ആയിരിക്കും PTR1ലും PTR2ലൊക്കെ സ്റ്റോർ ചെയ്യുക. ഇനി വാട്ട് ഈസ് ദി ക്രൈറ്റീരിയൻ ഫോർ ഡിറ്റർമിനിങ് ദ ഡേറ്റ ടൈപ്പ് ഫോർ എ പോയിന്റർ? ഒരു പോയിന്ററിൻ്റെ ഡേറ്റ ടൈപ്പ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക? അതായത് ഇവിടെ PTR1 ഇൻറ്റിൽ കൊടുത്ത്, PTR2 ഫ്ലോട്ടിൽ കൊടുത്ത്. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യം, അതെന്തുകൊണ്ട് ഇത് ഇൻറ്റിൽ കൊടുത്ത് ഇത് ഫ്ലോട്ടിൽ കൊടുത്തേ? അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു പോയിന്റർ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുക? ദ ഡേറ്റ ടൈപ്പ് ഓഫ് എ പോയിന്റർ ഷുഡ് ബി ദി സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഡേറ്റ പോയിന്റഡ് ടു ബൈ ഇനിറ്റ്. അതായത് PTR1ലേക്ക് നമ്മളൊരു ഡേറ്റ അസൈൻ ചെയ്ത് കൊടുക്കും. PTR1ലേക്ക് ഒരു അഡ്രസ്സ് നമ്മൾ അസൈൻ ചെയ്യുമെന്ന് പറയില്ലേ, ആ അഡ്രസ്സ് എന്തിൻ്റെ ആയിരിക്കും? വേറൊരു വേരിയബിളിൻ്റെ ആയിരിക്കും ആ അഡ്രസ്സ്, വേറൊരു വേരിയബിളിൻ്റെ ആയിരിക്കും ആ അഡ്രസ്സ്. അപ്പോൾ ആ വേരിയബിൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്ത് തരത്തിലുള്ള ഡേറ്റയാണ്? അതായത് ഇപ്പം PTRൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണെന്ന് വിചാരിക്കും. PTRൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്നത് എ എന്ന് പറയുന്ന വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. അങ്ങനെയുള്ളൊരു പോയിന്റർ വേരിയബിളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുന്നത് ഒരു അഡ്രസ്സായിരിക്കും. ആരുടെ അഡ്രസ്സ്? വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ്. അതായത് ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ PTR1ൽ സ്റ്റോർ ചെയ്യുന്നത് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. എ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് A=5 എന്നാണ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 5 എന്ന് പറയുന്നത് ഇൻറ്റിജർ നമ്പറാണ്. അപ്പോൾ ആ പോയിന്റർ വേരിയബിൾ പോയിന്റ് ചെയ്തിരിക്കുന്ന അഡ്രസ്സിലിരിക്കുന്നത് എന്ത് ഡേറ്റ ടൈപ്പാണോ ആ ഡേറ്റ ടൈപ്പിൽ തന്നെ ആയിരിക്കണം നമ്മൾ പോയിന്റർ വേരിയബിളും ഡിക്ലെയർ ചെയ്യേണ്ടത്. അത് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. In the above examples, PTR1 contains the address of an integer location and PTR2 can point to a location containing floating point number. അതായത് PTR1 പോയിന്റ് ചെയ്യുന്നത് ഏതൊരു അഡ്രസ്സിലേക്കാണ്, ആ അഡ്രസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് എന്തായിരിക്കും? ഇൻറ്റിജർ നമ്പറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻറ്റ് സ്റ്റാർ PTR1 കൊടുത്തത്. PTR2 പോയിന്റ് ചെയ്യുന്നത് ഏതൊരു അഡ്രസ്സിലേക്കാണ്, ആ അഡ്രസ്സിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ആയതുകൊണ്ടാണ് PTR2 ഫ്ലോട്ട് ഡേറ്റ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഓർക്കുക, PTR1ൽ എന്തായിരിക്കും? ഏതൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ്. PTR2ൽ എന്തായിരിക്കും? ഏതൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ്. ആ വേരിയബിളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ കേസിൽ അഡ്രസ്സിൻ്റെ കാര്യം നമ്മൾ അറിയണം. എന്താണ്?
അഡ്രസ്സിൻ്റെ ഉള്ളിലുള്ള വേരിയബിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂ. ആ രണ്ട് കോൺസെപ്റ്റാണ് നമ്മളങ്ങോട്ട് നോക്കുക. അതൊന്ന് കറക്റ്റായിട്ട് മനസ്സിലായി നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈസി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതാകെ കൺഫ്യൂഷനായിരിക്കും. ദ ഓപ്പറേറ്റേഴ്സ് ആംപർസാൻഡ് ആൻഡ് ആസ്ട്രിക് സിമ്പൽ, അതായത് ആംപർസാൻഡും സ്റ്റാർ സിമ്പലും. പോയിൻ്റർ നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് സിമ്പലുകളാണ്, അതായത് രണ്ട് ഓപ്പറേറ്ററാണ് നോക്കുക. ഒന്ന് ആംപർസാൻഡ് എന്ന് പറയുന്ന സൈനും ഒന്ന് ആസ്ട്രിക് സിമ്പലും. അതിൽ ആംപർസാൻഡ് എന്ന് പറഞ്ഞ സൈൻ റെഫർ ചെയ്യുന്നത് അഡ്രസ്സാണ്. സ്റ്റാർ എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലെ ഡേറ്റയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ പോയിൻ്ററിനോട് ബന്ധപ്പെട്ട് രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ആംപർസാൻഡ് എന്ന് പറയുന്നതുണ്ട്, ഒന്ന് ആസ്ട്രിക് ഉണ്ട്. പോയിൻ്ററിൽ ആംപർസാൻഡ് യൂസ് ചെയ്യുന്നത് അഡ്രസ്സ് കിട്ടാനും സ്റ്റാർ യൂസ് ചെയ്യുന്നത് അഡ്രസ്സിൻ്റെ ഉള്ളിലെ ഡേറ്റ കിട്ടാനും. അത്ര ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ്, നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈസി ആയിട്ട് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ആംപർസാൻഡ് എന്തിനാ പിള്ളേരെ? ആംപർസാൻഡ് ഉപയോഗിച്ച് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാനും സ്റ്റാർ സിമ്പൽ ഉപയോഗിച്ച് ആ വേരിയബിളിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ കിട്ടാനാണ് സ്റ്റാർ, അഡ്രസ്സ് കിട്ടാനാണ് ആംപർസാൻഡ്. ഹൗ can we retrieve its L value? C++ provides an operator named address of operator. അതായത് ആംപർസാൻഡിനെ പറയുന്ന പേരാണ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ടു ഗെറ്റ് ദി അഡ്രസ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പലാണ് ആംപർസാൻഡ് സിമ്പൽ. അതിനെ പറയുന്ന പേരാണ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. പരീക്ഷയ്ക്ക് സ്ഥിരം വൺ വേർഡായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അഡ്രസ്സ് കിട്ടാൻ വേണ്ടി, അതായത് ആംപർസാൻഡിനെ പറയുന്ന പേര് അല്ലെങ്കിൽ അഡ്രസ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണ്? ആംപർസാൻഡ്. അതിനെ പറയുന്ന പേരാണ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. ഇഫ് നം ഈസ് ആൻ ഇൻറ്റിജർ വേരിയബിൾ ഇറ്റ്സ് അഡ്രസ് ക്യാൻ ബി സ്റ്റോർഡ്. അഡ്രസ്സ് എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നുള്ള സ്റ്റെപ്പ് അവിടെ എഴുതി കൊടുക്കുക. നോക്കി പിള്ളേരെ, ഇൻറ്റ് സ്റ്റാർ PTR അങ്ങനെ ഒന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് PTR ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് നം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, PTR ഒരു പോയിൻ്റർ വേരിയബിൾ ആയതുകൊണ്ട് PTRൻ്റെ ഉള്ളിൽ എപ്പോഴും എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ്സ് ആയിരിക്കും. PTRൻ്റെ ഉള്ളിൽ സാധാരണ ഒരു വേരിയബിൾ അല്ല, PTR ഒരു പോയിൻ്റർ വേരിയബിൾ ആയതുകൊണ്ട് PTRൻ്റെ ഉള്ളിൽ എപ്പോഴും അഡ്രസ്സ് ആയിരിക്കും. അഡ്രസ്സ് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാ? ആംപർസാൻഡ്. അപ്പോൾ ആംപർസാൻഡ് നം എന്ന് പറയുമ്പോൾ എന്താ ഇതുകൊണ്ട് മീൻ ചെയ്യണേ? PTR എന്ന് പറയുന്നത് ഒരു പോയിൻ്റർ വേരിയബിളാണ്. PTRൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നം എന്ന് പറയുന്ന വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ PTRലിരിക്കുന്നത് എന്തിൻ്റെ അഡ്രസ്സാണ്? നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ് PTR1 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി അതൊന്ന് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുക. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ബോക്സിൽ 1500 എന്ന് കൊടുത്തിട്ടുണ്ട്. ആ 1500 എന്നുള്ളതാണ് എന്ത്? PTR1ൻ്റെ അഡ്രസ്സ്. PTR1 എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് 1500. ഇനി PTR1ൻ്റെ ഉള്ളിൽ 1001 എന്ന് പറയുന്നതാണ് ഒരു ഡേറ്റ ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. PTR1 എന്ന് പറയുന്നത് എന്താണ്? പോയിൻ്റർ വേരിയബിൾ ആയതുകൊണ്ട് ഈ 1001 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു അഡ്രസ്സായിരിക്കും. കാരണം PTR1 പോയിൻ്റർ വേരിയബിളാണ്, അതിലെപ്പോഴും എന്താ ഉണ്ടാവുക? അഡ്രസ്സാണ്. അപ്പോൾ 1001 എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്രസ്സാണ്. ഏതിൻ്റെ അഡ്രസ്സാണെന്ന് പറഞ്ഞേ? നമ്മിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഈ 1001 എന്ന് പറയുന്നത് നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ് ഈ 1001. അപ്പോൾ നമ്മിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അത് 25. അപ്പോൾ നമ്മിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താ? 25. നമ്മിൻ്റെ അഡ്രസ്സ് എന്താ? 1001. ഈ 1001 എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? PTR1ൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു റിലേഷൻ. എ പോയിൻ്റർ reference a data stored somewhere in the memory. By dereferencing the pointer we get the data. C++ provide this dereferencing facility by an operator named indirection or dereference operator. അതായത് ആസ്ട്രിക് സിമ്പൽ ഉപയോഗിച്ച് ഒരു വേരിയബിളിൻ്റെ ഉള്ളിലെ ഒരു പോയിൻ്റർ വേരിയബിളിൻ്റെ ഉള്ളിൽ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സായിരിക്കും. ആ വേരിയബിളിൻ്റെ ഉള്ളിലെ ഡേറ്റ കിട്ടാനായിട്ടാണ് നമ്മൾ സ്റ്റാർ സിമ്പൽ യൂസ് ചെയ്യുക. അതായത് ഡീറെഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് എന്താണ്? എ പോയിൻ്റർ റെഫറൻസ് എ ഡേറ്റ സ്റ്റോർഡ് സംവെയർ ഇൻ ദി മെമ്മറി. ആ മെമ്മറിയിൽ എവിടെയോ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ബൈ ഡീറെഫറൻസിങ് ദ പോയിൻ്റർ വി ഗെറ്റ് ദി ഡേറ്റ. ആ അഡ്രസ്സ്, അതായത് പോയിൻ്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഏതൊരു വേരിയബിളിൻ്റെയാണ്, ആ വേരിയബിളിൻ്റെ ഉള്ളിൽ ഡേറ്റ കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ആസ്ട്രിക് സിമ്പൽ. അത് നമുക്കൊന്നും കൂടി പ്രോഗ്രാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിട്രീവ്സ് ദ വാല്യൂ പോയിൻറ്റഡ് ടു ബൈ ദി പോയിൻ്റർ PTR1. PTR1ലിരിക്കുന്നത് എന്താ പിള്ളേരെ? PTR1ലിരിക്കുന്നത് ആംപർസാൻഡ് നമ്മാണ്, അതായത് നമ്മിൻ്റെ അഡ്രസ്സാണ്.
അപ്പോൾ വെറുതെ PTR1 എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടും. പക്ഷേ സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഒരു പോയിന്റ് ഞാൻ പറയണതിൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വെറുതെ PTR1 എന്നീ സ്റ്റാർ ഇല്ലാണ്ട് വെറുതെ PTR1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PTR1 ഇരിക്കുന്നത് നമ്മിൻ്റെ അഡ്രസ്സാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സായിരിക്കും. പക്ഷേ വെറും PTR1 പകരം സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാൽ കിട്ടാൻ പോകുന്നത് PTR1 ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതോ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ്, അതായത് നമ്മിൻ്റെ അഡ്രസ്സ്. ആ നമ്മിൻ്റെ ഉള്ളിലിരിക്കുന്ന ഡേറ്റ, അതായത് ഈ കണക്ക് പ്രകാരം ഈ 25 എങ്ങനെ കിട്ടുക? സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? PTR1 ഉള്ളിലുള്ള അഡ്രസ്സ്, ആ അഡ്രസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന കണ്ടൻറ്റ്, അതായത് 25. അപ്പോൾ ഈ 25 കിട്ടണമെങ്കിൽ PTR1 നല്ല കൊടുക്കുക. PTR1 എന്ന് കൊടുത്താൽ നമ്മിൻ്റെ അഡ്രസ്സാണ് കിട്ടുക. സ്റ്റാർ PTR1 എന്ന് കൊടുത്താൽ PTR1 ഉള്ളിലിരിക്കുന്ന അഡ്രസ്സ്, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കണ്ടൻറ്റ്, അതിലാണ് സ്റ്റാർ PTR1 കിട്ടുക. അപ്പോൾ ഡേറ്റ കിട്ടാനായിട്ട് സ്റ്റാർ PTR1 വെറും PTR1 എന്ന് കൊടുത്താൽ ആ വേരിയബിളിൻ്റെ അഡ്രസ്സും ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അത് വീണ്ടും മിസ് എടുത്ത് പറയാൻ കാരണം ഇത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്, മനസ്സിലാക്കി ഈസിയാണ്. ആംപർസെൻ്റ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സ്, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആ അഡ്രസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന കണ്ടൻറ്റ്. ഇനി since the operator star retrieves the value at the location pointed to by the pointer, the star operator is also known as value at operator. Dereferencing operator കൂടാണ്ട് value at operator എന്നും ഈ asterisk operator എന്ന് പറയും. ഇനി note that the operators address of and indirection are unary operators. ആംപ്രസെൻറ്റും സ്റ്റാറൊക്കെ യുണറി ഓപ്പറേറ്റർ, അതായത് ഒരു ഓപ്പറൻ്റ് ഉണ്ടാവുള്ളൂ. ആംപ്രസെൻ്റ് ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് വിത്ത് എനി കൈൻഡ് ഓഫ് വേരിയബിൾ സിൻസ് എവരി വേരിയബിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ മെമ്മറി അഡ്രസ്. ആംപ്രസെൻ്റ് സിമ്പൽ നിങ്ങൾക്ക് പോയിൻ്റർ വേരിയബിളിൻ്റെ കൂടെയോ അല്ലാത്ത നോർമൽ വേരിയബിളിൻ്റെ കൂടെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, കാരണം ഏതൊരു വേരിയബിളിനും എന്തുണ്ട്? അഡ്രസ്സ് ഉണ്ട്. പക്ഷേ ബട്ട് ദ സ്റ്റാർ ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് ഓൺലി വിത്ത് പോയിൻറ്റേഴ്സ്. കാരണം ഈ ആംപ്രസെൻ്റ് സിമ്പൽ നമുക്ക് ഏതൊരു വേരിയബിൾ, നോർമൽ വേരിയബിൾ ആണെങ്കിലും പോയിൻ്റർ വേരിയബിൾ ആണെങ്കിലും നമുക്ക് എന്ത് കിട്ടും? ആംപ്രസെൻ്റ് കൊടുത്താൽ ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടും. പക്ഷേ സ്റ്റാർ ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് ഓൺലി വിത്ത് പോയിൻറ്റേഴ്സ്. ഈ പോയിൻ്റർ വേരിയബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്റ്റാർ ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം സ്റ്റാർ എന്ന് പറയുന്നത് പോയിൻ്റർ വേരിയബിളിനോട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പോയിൻ്റർ വേരിയബിളിൻ്റെ കൂടെ മാത്രമേ നിങ്ങൾക്ക് സ്റ്റാർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത്, പക്ഷെ നം എന്തല്ല? പോയിൻ്റർ വേരിയബിൾ അല്ല. അപ്പം നമുക്ക് ഒരിക്കലും സ്റ്റാർ നം എന്ന് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കൊരു പ്രോഗ്രാം നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഇവിടെ നോക്ക്, ഇതൊരു സിമ്പിൾ പ്രോഗ്രാമാണ്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻഡ് മെയിൻ ഇൻഡ് നം ഈസ് ഈക്വൽ ടു 5. ഇവിടെ ശ്രദ്ധിക്കുക, ഇൻഡ് നം ഈസ് ഈക്വൽ ടു 5. നം എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ നമ്പറാണ്, അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 5 ആണ്. അപ്പോൾ നം എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ നമ്പറാണ്, ഇൻറ്റിജർ വേരിയബിളാണ്, അതിൽ 5 എന്ന് പറഞ്ഞ നമ്പറാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതൊരു സാധാരണ വേരിയബിൾ, അതായത് നോർമൽ വേരിയബിളാണ്, ഓർഡിനറി വേരിയബിളാണ്. ഇനി ശ്രദ്ധിക്കുക, ഇൻഡ് സ്റ്റാർ PTR. അപ്പോൾ ഈ നമ്മും സ്റ്റാർ PTR തമ്മിലുള്ള വ്യത്യാസം എന്താ പിള്ളേരെ? ഇതൊരു സാധാരണ വേരിയബിൾ ആണെങ്കിൽ സ്റ്റാർ PTR എന്ന് പറയുന്നത് ഇതെന്ത് വേരിയബിളാണ്? ഇതൊരു പോയിൻ്റർ വേരിയബിളാണ്. പോയിൻ്റർ വേരിയബിൾ എങ്ങനെയെന്ന് മനസ്സിലായേ? PTR മുമ്പ് ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പോയിൻ്റർ വേരിയബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് PTRൻ്റെ ഉള്ളിൽ എപ്പോഴും എന്തേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? ഒരു അഡ്രസ്സ്. സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ ഇതൊരു പോയിൻ്റർ വേരിയബിളാണ്. പോയിൻ്റർ വേരിയബിളിൻ്റെ ഉള്ളിൽ നമുക്കൊരു അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഡിക്ലെയർ ചെയ്ത്, ഒരു നോർമൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത്, ഇതൊരു പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത്. ഇനി ശ്രദ്ധിക്കുക, രണ്ടും ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. ഇനി ശ്രദ്ധിക്കുക, PTR, അതായത് ഈ പോയിൻ്റർ വേരിയബിൾ എടുത്ത് PTR ഈസ് ഈക്വൽ ടു ആംപ്രസെൻ്റ് നം. ആംപ്രസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട്? അഡ്രസ്സ് റെഫർ ചെയ്യാൻ വേണ്ടിയാണ് ആംപ്രസെൻ്റ്. ഇവിടെ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്, PTR ഈസ് ഈക്വൽ ടു ആംപ്രസെൻ്റ് നം, അതായത് നമ്മിൻ്റെ
അഡ്രസ്സ്. ആംപർസെൻ്റ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് അല്ലേ. അപ്പം നമ്മിൻ്റെ അഡ്രസ്സ് എടുത്ത് എങ്ങോട്ട് കൊടുത്ത് PTRലോട്ട് കൊടുത്ത്. അപ്പോൾ PTR എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളിൻ്റെ ഉള്ളിൽ ആരുടെ അഡ്രസ്സ് ഉണ്ടാവുക? നമ്മിൻ്റെ അഡ്രസ്സാണ് PTRൽ ഉണ്ടാവുക. ഇനി ഞാൻ ഇവിടെ പ്രിൻ്റ് ചെയ്യിക്കാൻ പോവുക. സി ഔട്ടിൽ നം ഈസ് ഈക്വൽ ടു നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? നമ്മിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൻസർ എത്രയാണ്? 5. ഇനി സി ഔട്ടിൽ അഡ്രസ് ഓഫ് നം, ഈ നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് പിള്ളേരെ? നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടാനായിട്ട് അതെവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? PTRൻ്റെ ഉള്ളിൽ. അപ്പം PTR എന്ന് കൊടുത്താൽ നമ്മിൻ്റെ അഡ്രസ്സ്. കാരണം PTRൽ എന്താ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ആംപർസെൻ്റ് നം. ഇത് കൂടാണ്ട് 3-4 സ്റ്റേറ്റ്മെൻറ്റും കൂടി ഉണ്ട്. ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ചേഞ്ചസ് നോക്കാം. കമ്പൈൽ ചെയ്യുക, ബിൽഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. നോക്കിയാൽ നം ഈസ് ഈക്വൽ ടു 5. നമ്മൾ ആദ്യം ഇൻ്റെ നം ഈസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തപ്പോൾ നം പ്രിൻ്റ് ചെയ്യിച്ചപ്പോൾ 5 എന്ന് കിട്ടി. അഡ്രസ് ഓഫ് നം ഈസ് ഈക്വൽ ടു, ഈ നം എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ അഡ്രസ്സ്, മെമ്മറിയിൽ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ് 0x60FEE8 എന്ന് പറയുന്നതാണ് എന്തിൻ്റെ അഡ്രസ്സ്? നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തൊന്നുമല്ല, ഇതിൻ്റെ നമ്മിൻ്റെ അഡ്രസ്സ് ഏതാണെന്നുള്ളത് അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നിരിക്കുക. ഇനി ഞാനിത് 1-2 കാര്യം കൂടി പറയാം. ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈസിയാണ്. അപ്പോൾ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുള്ളൂ. ഇൻഡ് നം ഇൻഡ് സ്റ്റാർ PTR ഈസ് ഈക്വൽ ടു ആംപർസെൻ്റ് നം. ഇനി 1-2 കാര്യങ്ങൾ മിസ് ഇവിടെ എഴുതാൻ പോവാം. അപ്പോൾ സി ഔട്ടിൽ നം പ്രിൻ്റ് ചെയ്യിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടി? നം പ്രിൻ്റ് ചെയ്യിച്ചപ്പോൾ നമ്മിൻ്റെ ഉള്ളിൽ എന്താ സ്റ്റോർ ചെയ്തിരിക്കണം? 5 എന്ന് പറയുന്ന ആൻസറാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി അടുത്തത് സി ഔട്ടിൽ ശ്രദ്ധിക്കട്ടെ പിള്ളേരെ. സി ഔട്ടിൽ ഞാൻ എഴുതാൻ പോവാ. എനിക്ക് നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടണം. നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടാൻ എന്താ ചെയ്യുക? നമ്മിൻ്റെ അഡ്രസ്സ് എവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ PTRൽ. അപ്പോൾ എന്താണ്? അഡ്രസ് ഓഫ് നം ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, അത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അഡ്രസ് ഓഫ് നം ആണ് ആംപർസെൻ്റ് നം. അതെവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? PTRൽ. അപ്പോൾ PTR നമ്മൾ നേരത്തെ പ്രിൻ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടി. അത് കൂടാണ്ട് ഒരു രീതിയിലും കൂടി നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടാൻ നം ഉപയോഗിച്ച് തന്നെ കിട്ടും. നം എന്ന് പറയണത് നമ്മിൻ്റെ ഉള്ളിലെ ഡേറ്റ് 5 ആണ്. പക്ഷെ നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആംപർസെൻ്റ് നം എന്ന് പറഞ്ഞാൽ നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടാൻ 2 രീതിയിൽ പ്രിൻ്റ് ചെയ്യിക്കാം. ഒന്ന് ആംപർസെൻ്റ് നം എന്ന് കൊടുത്താൽ നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടും, അല്ലെങ്കിൽ ആംപർസെൻ്റ് നം സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിളാണ് PTR എന്ന് കൊടുത്താലും കിട്ടും. അപ്പോൾ നോക്കുക, കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത്. അപ്പോൾ നോക്കിക്കോ പിള്ളേരെ, അഡ്രസ് ഓഫ് നം ഇത് കിട്ടി. അഡ്രസ് ഓഫ് നം ആ സെയിം നമ്പർ തന്നെയല്ലേ ഇവിടെ കിട്ടിയിരിക്കണേ. ഒരെണ്ണം നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ കൊടുത്തേ? ആംപർസെൻ്റ് നം എന്ന് കൊടുത്ത്. ഒരു പ്രാവശ്യം അഡ്രസ് ഓഫ് നം കിട്ടാൻ വേണ്ടിയിട്ട് PTR കൊടുത്ത്. അപ്പോൾ PTR ഈസ് ഈക്വൽ ടു ആംപർസെൻ്റ് നം എന്ന് പറഞ്ഞാൽ നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടാൻ ആംപർസെൻ്റ് നം എന്നും കൊടുക്കാം, അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന പോയിൻ്റർ വേരിയബിൾ കൊടുത്താലും കിട്ടും. ഇനി ഇവിടെ നമ്മിൻ്റെ വാല്യൂ 5 എന്ന് കിട്ടി. എനിക്ക് വേറൊരു രീതിയിലും 5 എന്ന് തന്നെ കിട്ടണം. അതായത് 5 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടാനായിട്ട് വേറൊരു രീതിയുണ്ട്, സ്റ്റാർ ഉപയോഗിച്ച്. എങ്ങനെയാണ്? സി ഔട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നം കിട്ടാനായിട്ട് വാല്യൂ ഓഫ് നം എത്രയാണ്? 5 എന്ന് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നം കിട്ടാനായിട്ട് നമ്മെന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ നം കിട്ടും. അതല്ലാണ്ട് വേറൊരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ നം എന്ന് പറയുന്നത് നമ്മിൻ്റെ ഉള്ളിലിരിക്കുന്ന 5 കിട്ടാനായിട്ട് PTR ഈസ് ഈക്വൽ ടു ആംപർസെൻ്റ് നം എന്ന് പറഞ്ഞ് PTRൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മിൻ്റെ അഡ്രസ്സാണ്. അപ്പം നമ്മിൻ്റെ ഉള്ളിലിരിക്കുന്ന കണ്ടൻറ്റ് കിട്ടാനായിട്ട് എന്ത് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മതി? സ്റ്റാർ PTR. അതായത് സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ PTRൻ്റെ ഉള്ളിലിരിക്കുന്ന അഡ്രസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന കണ്ടൻറ്റ്. അതായത് PTRലിരിക്കുന്നത് നമ്മിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ആ നമ്മിൻ്റെ കണ്ടൻറ്റ് കിട്ടാനായിട്ട് നമ്മൾ വെറും PTR എന്ന് കൊടുത്താൽ അഡ്രസ്സേ കിട്ടുള്ളൂ. സ്റ്റാർ PTR എന്ന് കൊടുത്താൽ PTRൻ്റെ ഉള്ളിലിരിക്കുന്ന അഡ്രസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന കണ്ടൻറ്റ് കിട്ടാനാണ് സ്റ്റാർ PTR കൊടുക്കുക. അപ്പോൾ കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത്. അപ്പോൾ നോക്കി പിള്ളേരെ, ആദ്യം നം ഈസ് ഈക്വൽ ടു 5 കിട്ടി, പിന്നെ അഡ്രസ്സ് രണ്ടും സെയിം കിട്ടി. വാല്യൂ ഓഫ് നം എന്ന് പറയുന്നത് 5.
അതൊന്ന് വൃത്തിയിലാക്കാം. വാല്യൂ ഓഫ് നം ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ കൊടുത്ത് ഇവിടെ സ്ലാഷും കൊടുക്കേണ്ട. വാല്യൂ ഓഫ് നം ഈസ് ഈക്വൽ ടു സ്റ്റാർ PTR. കമ്പൈൽ ബിൽഡ് എക്സിക്യൂട്ട് കൊടുക്കുമ്പോൾ നം 5 കിട്ടി, അഡ്രസ് ഓഫ് നം ഇത് കിട്ടി, അഡ്രസ് ഓഫ് ഇതും നം ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് നം 5. വാല്യൂ ഓഫ് നം ഈസ് ഈക്വൽ ടു 5. ഇവിടെ ഒരു സ്ലാഷും കൊടുത്തു. അപ്പോൾ 2 രീതിയിൽ എന്താണ് അഡ്രസ്സും കിട്ടും, 2 രീതിയിൽ കണ്ടൻറ്റും കിട്ടും. ഒന്ന് കണ്ടൻറ്റ് കിട്ടാൻ ആ നം പ്രിൻ്റ് ചെയ്യിപ്പിച്ച കണ്ടൻറ്റ് കിട്ടും. വേറൊരു രീതിയിൽ കണ്ടൻറ്റ് കിട്ടാനായിട്ട് സ്റ്റാർ PTR എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാലും കണ്ടൻറ്റ് കിട്ടും. ഇനി നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടാൻ ആംബ്രസൻ്റ് നം എന്നും കൊടുക്കാം, PTR എന്നും കൊടുക്കാം. ഇനി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇനി ഒരു കാര്യം കൂടി മിസ് പറയാം. എന്താണ് സി ഔട്ടിൽ ഞാൻ എന്തൊക്കെ പ്രിൻ്റ് ചെയ്യിപ്പിച്ച് PTR എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചപ്പോൾ എന്താ കിട്ടിയേ? നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടി. ആംബ്രസൻ്റ് നം എന്ന് കൊടുത്തപ്പോൾ നമ്മിൻ്റെ അഡ്രസ്സ്, അതായത് PTR പ്രിൻ്റ് ചെയ്യിച്ചപ്പോൾ കിട്ടിയ അതേ ഉത്തരം തന്നെയാണ് ആംബ്രസൻ്റ് നം പ്രിൻ്റ് ചെയ്യിപ്പിച്ചപ്പോൾ കിട്ടിയത്. സ്റ്റാർ PTR എന്ന് പറഞ്ഞപ്പോൾ എന്താ കിട്ടിയേ? PTR ഈസ് ഈക്വൽ സ്റ്റാർ PTR എന്ന് പറയുമ്പോൾ PTRൻ്റെ ഉള്ളിലുള്ള അഡ്രസ്സിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ കിട്ടാനാണ് വെറും PTR എന്ന് കൊടുത്ത്. ഇനി PTR എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളിന് വേറൊരു അഡ്രസ്സ് ഉണ്ട്. അതായത് ഏതൊരു വേരിയബിൾ, അതൊരു പോയിൻ്റർ വേരിയബിൾ ആണെങ്കിലും അതൊരു നോർമൽ വേരിയബിൾ ആണെങ്കിലും ആംബ്രസൻ്റ് എന്നിട്ടാൽ ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടും. അപ്പോൾ ആംബ്രസൻ്റ് നം എന്നിട്ടപ്പോൾ നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടി. വെറും PTR എന്നിട്ടപ്പോൾ PTRൽ എന്താ സ്റ്റോർ ചെയ്തിരിക്കണം? ആംബ്രസൻ്റ് നം. അപ്പോഴും നമുക്ക് നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടി. ഇനി PTRന് സ്വന്തമായിട്ടൊരു അഡ്രസ്സ് ഉണ്ട്. അത് കിട്ടാനായിട്ട് നമുക്ക് എന്ത് കൊടുത്താൽ മതി? അഡ്രസ് ഓഫ് PTR. അഡ്രസ് ഓഫ് PTRൻ്റെ സ്വന്തം അഡ്രസ്സ്. ഒരു സാധനത്തിൻ്റെ അഡ്രസ്സ് കിട്ടാനായിട്ട് എന്താ കൊടുക്കുക പിള്ളേർ? ആംബ്രസൻ്റ് എന്ത് കൊടുത്താൽ മതി? PTR. ആംബ്രസൻ്റ് PTR കൊടുക്കുമ്പോൾ PTRൻ്റെ അഡ്രസ്സാണ് കിട്ടുക. മറ്റേത് നമ്മിൻ്റെ അഡ്രസ്സാണ് കിട്ടിക്കൊണ്ടിരുന്നത്. PTR എന്ന് കൊടുത്തപ്പോഴും ആംബ്രസൻ്റ് നം എന്ന് കൊടുത്തപ്പോഴും നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടി. ആംബ്രസൻ്റ് PTR എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് PTRൻ്റെ അഡ്രസ്സ് കിട്ടും. ഒന്ന് നോക്കുക. നമ്മിൻ്റെ വാല്യൂ 5, അഡ്രസ് ഓഫ് നം ഇത്, അഡ്രസ് ഓഫ് നം സെയിം തന്നെ, വാല്യൂ ഓഫ് നം 5. അപ്പോൾ 2 രീതിയിൽ കണ്ടൻറ്റും കിട്ടി, 2 രീതിയിൽ അഡ്രസ്സും കിട്ടി. ഇനി നമുക്ക് PTR എന്ന് പറഞ്ഞാൽ പോയിൻ്റർ വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. അഡ്രസ് ഓഫ് PTR 0 × CFEE 8. കണ്ട, ഇത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് PTRൻ്റെ അഡ്രസ്സാണ്. ഇതെന്തിൻ്റെ അഡ്രസ്സാണ്? നമ്മിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇനി ഇത് വന്നാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ എന്ന് പറയാം. എന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. സി ഔട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത്? സ്റ്റാർ PTR എന്ന് കൊടുത്ത്, സ്റ്റാർ PTR എന്ന് കൊടുത്തപ്പോൾ PTRൻ്റെ ഉള്ളിലുള്ള അഡ്രസ്സിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് കിട്ടി. ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? സ്റ്റാർ നം എന്ന് കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടുമോ? സ്റ്റാർ നം എന്ന് കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടുമോ നമുക്ക് നോക്കാം. കമ്പൈൽ ചെയ്യുമ്പോൾ എന്താ വന്നേന്ന് നോക്കി പിള്ളേരെ. കമ്പൈൽ എന്താണ്? ഇൻവാലിഡ് ടൈപ്പ് ആർഗ്യുമെൻ്റ് ഓഫ് യുണറി സ്റ്റാർ. അതായത് ഇത്ര ഓർത്താൽ മതി. സ്റ്റാർ നം നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. കാരണം നം എന്ന് പറയുന്നത് എന്തല്ല? പോയിൻ്റർ വേരിയബിൾ അല്ല. നം എന്ന് പറയുന്നത് ഒരു നോർമൽ വേരിയബിളാണ്. അപ്പോൾ ഒരിക്കലും നമ്മിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റാർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു എററാണ്. അപ്പോൾ എന്താണ്? ഇത്രയുമാണ് 1, 2, 3, 4, 5. ഇതാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂസ് വെച്ചിട്ടുള്ള പോസിബിലിറ്റീസ്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി. ഇത് 2-3 പ്രാവശ്യം കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഇൻഡ് സ്റ്റാർ PTR ഒരു പോയിൻ്റർ വേരിയബിളാണ്. നം എന്ന് പറയുന്നത് ഒരു നോർമൽ വേരിയബിളാണ്. നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടാനായിട്ട് ആംബ്രസൻ്റ് നം എന്നും കൊടുക്കാം. PTR = ആംബ്രസൻ്റ് നം എന്ന് കൊടുത്തുകൊണ്ട് ആംബ്രസൻ്റ് നം എന്ന് കൊടുത്താലും PTR എന്ന് കൊടുത്താലും നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടും. നം എന്ന് കൊടുത്താൽ നമ്മിൻ്റെ ഉള്ളിലെ വാല്യൂ കിട്ടും. അതുകൂടാണ്ട് സ്റ്റാർ PTR എന്ന് കൊടുത്താൽ നമ്മിൻ്റെ ഉള്ള വാല്യൂ കിട്ടും. ആംബ്രസൻ്റ് PTR എന്ന് കൊടുത്താൽ PTRൻ്റെ സ്വന്തം അഡ്രസ്സ് കിട്ടും. അതാണ്, ഇത്രയുമാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കണം. 1-2 എക്സാമ്പിൾസും കൂടി തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു.